ഹായ്, ഞാനിന്നിവിടെ വറുത്തരച്ച നല്ല കിടിലൻ കടച്ചക്ക കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് മൂൺലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ കടച്ചക്കയുടെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരല്പം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം, കാരണം കറയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോകണം. അപ്പോൾ തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കടച്ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തത്, തേങ്ങ ചിരകിയത്, കറിവേപ്പില, എണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഏലക്ക ഒരു 3 എണ്ണം, ചെറിയ ജീരകം, ഗ്രാമ്പു 3 എണ്ണം, കറുവപ്പട്ട. ഇനി നമുക്ക് കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കടച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം വേകാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കർ മൂടി വയ്ക്കാം. ഇനി ഒരു ചെറിയ പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഈ സ്പൈസസ് അധികം ഒന്നും ഇടണ്ട കേട്ടോ, കുറച്ച് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറായിരിക്കും കറിക്ക് മുന്നോട്ടിരിക്കുക. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു ചെറിയ ഫ്ലെയിം ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമൊന്നും ഇടണ്ട, അപ്പോൾ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഒരു അല്പം സവാളയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം, കാരണം മിക്സിയിലിട്ട് അരച്ചെടുക്കണം നമുക്കിത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കടച്ചക്കയും വെന്തിട്ടുണ്ട്. വെന്ത് അധികമായി പോയിട്ടില്ല, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കടച്ചക്കയും അരപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.